രാധേ രാധേ. ഗുഡ് മോർണിംഗ്. സകല വേദാന്തവും എല്ലാ പണ്ഡിതന്മാരും നമ്മളോട് പറയും, നോക്കൂ, നിങ്ങൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കണം. എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹമാണ്. അപ്പൊ ആഗ്രഹത്തെ നിങ്ങൾ നിർത്തണം. പക്ഷെ ഈ ആഗ്രഹത്തെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്ന് നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. അവരെല്ലാം പറയും, നിങ്ങളിത് ആഗ്രഹിക്കരുത്, ആഗ്രഹിക്കാതിരിക്കണം. എന്നാൽ ഈ ആഗ്രഹത്തെ ഒഴിവാക്കുന്നതിനൊരു ഉപായമുണ്ട്. അത് പറഞ്ഞു തന്നിട്ടുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീബുദ്ധനാണ്. കേട്ടുകൊള്ളുക. ശ്രീബുദ്ധൻ പറയുന്നു, എന്റേതെന്ന ചിന്തയാണ് നിങ്ങളെ മായയുടെ ഏറ്റവും വലിയ ആയുധമായ ആഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഈ മായയെ ജയിക്കാൻ കഴിഞ്ഞാൽ, അതായത് ആഗ്രഹത്തെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിനുള്ള ഉപായമാണ് ബുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ്? നിങ്ങൾ എന്റേതെന്ന ചിന്തയാണ് ആഗ്രഹം ഉണ്ടാക്കുന്നത്. എന്റേതെന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധൻ പറയുന്നു, മരിച്ചു കഴിയുമ്പോൾ നമ്മളോടൊപ്പം വരാൻ തയ്യാറുള്ളത് എന്തോ അതിനെ മാത്രമേ നമുക്ക് എന്റേതെന്ന് പറയാൻ പറ്റൂ. അതേസമയം മരിച്ചു നമ്മൾ പോയിക്കഴിഞ്ഞാൽ നമ്മളോടൊപ്പം വരാതെ വീണ്ടും ഈ ഭൂമിയിൽ നിൽക്കുന്നതൊന്നും എന്റേതല്ല. അതിനുവേണ്ടി ബുദ്ധൻ നിങ്ങളോട് പറയുന്നു, നോക്കൂ, നിങ്ങൾ രൂപമുള്ള എന്തിനെ കുറിച്ചും പറയേണ്ടത് എന്താണ്? ഇതെന്റേതല്ല, ഇതെന്റേതല്ല എന്നാണ്. ആഗ്രഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധൻ പറയുന്ന എളുപ്പ വഴിയാണ്. രൂപമുള്ള എന്തിനെ കണ്ടാലും പറയണം, ഇതെന്റേതല്ല. ഇപ്പൊ നിങ്ങളുടെ വീട്, അത് രൂപമുള്ളതാണ്. ആ വീടിനെ കാണുമ്പോൾ നിങ്ങൾ പറയണം, ഇതെന്റേതല്ല, കാരണം ഇത് മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല. കാറ്, ഇതെന്റേതല്ല, ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് വരുന്നില്ല. മക്കള് എന്റേതല്ല, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്റേതല്ല, ധനം എന്റേതല്ല. കാരണം എന്റേതായിരുന്നെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ എന്നോടൊപ്പം വന്നേനായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ, പണം ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ, വീട് കെട്ടാൻ ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നിങ്ങൾ കരുതുക, ഇതെന്റേതല്ല. അതിനുവേണ്ടി ഞാൻ കിടന്നിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്നെങ്കിൽ വരട്ടെ. അപ്പൊ രൂപമുള്ള എന്തിനേയും നോക്കി ഇതെന്റേതല്ല, ഇതെന്റേതല്ല. കാരണം എന്റേതായിരുന്നെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കൂടെ വന്നേനെ. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കൂടെ വരാൻ പറ്റുന്ന എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം അത് മാത്രമാണ് നിങ്ങളുടേത്. ഇങ്ങനെ ചിന്തിക്കുന്ന നിമിഷം നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലാതാകും. ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ. രാധേ രാധേ. ഓ രാധേ രാധേ.